പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. മേഖലയിൽ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അമൃത്സറിൽ നിന്ന് ചൈനീസ് നിർമ്മിത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്നലെ അമൃത്സറിൽ ചില ശബ്ദങ്ങളൊക്കെ കേട്ടു എന്നുള്ള വിവരങ്ങളും വന്നിരുന്നു. പിന്നീട് അത് ബ്ലാക്ക് ഔട്ടിന്റേതായിരിക്കുമെന്ന സംശയങ്ങളും വന്നിരുന്നു. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബസന്ത്, ഈ അമൃത്സറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ ചൈനീസ് നിർമ്മിത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നു. അതുമായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ബസന്ത്, ഇപ്പോൾ അമൃത്സറിൽ ഈ ചൈനീസ് നിർമ്മിത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അവിടെ പ്രദേശവാസികളൊക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന് പറയുന്നുണ്ട്. അത് ഇന്നലെ 3 മണിക്കൂറോളം അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. ആദ്യം അത് ബ്ലാക്ക് ഔട്ട് ആണെന്ന് വിചാരിച്ചു. പിന്നീട് അതിന്റെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ആര്യ, അമൃത്സറിൽ ഇന്നലെ രാത്രി സ്ഫോടനങ്ങൾ അതിന് സമീപം അമൃത്സറിന് സമീപം കേട്ടിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മജീദ എന്ന് പറയുന്ന, അതായത് അമൃത്സറിന് സമീപമുള്ള മജീദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡ്രോണുകളുടെയോ അല്ലെങ്കിൽ മിസൈലുകളുടെ ഭാഗമെന്ന് സംശയിക്കാവുന്ന ചില ഉപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവ സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് പാകിസ്ഥാൻ്റെ എന്തെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. അതായത് പഞ്ചാബ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ള, എന്തെങ്കിലും ഡ്രോൺ വഴിയുള്ള എന്തെങ്കിലും ആക്രമണമോ, ഇതൊരു പ്രൊജക്ടൈൽ എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രോൺ മാതിരിയുള്ള അല്ലെങ്കിൽ ഒരു മിസൈൽ മാതിരിയുള്ള എന്തൊരു പ്രൊജക്ടൈൽ, അതിൻ്റെ ഒരു അവശിഷ്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മജീദ വില്ലേജിൽ എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയ സ്ഫോടനങ്ങൾ അമൃത്സർ ഭാഗത്ത് കേട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് അതിർത്തിയിൽ ഉടനീളം ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും അവിടെ ശക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ഉപകരണത്തിൻ്റെ, ഒരു പ്രൊജക്ടൈലിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ചില ഒരു പാടത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയത്. ഇത് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇത് വന്ന് തുടർന്ന് രക്ഷാസേനയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും വന്ന ഇവയെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്ത് അമൃത്സറിലൊക്കെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അമൃത്സർ വിമാനത്താവളം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തും സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. 430ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള ആശങ്കയും ഭയപ്പാടിലും അങ്കലാപ്പിലുമാണ് ആ രാജ്യം ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രിയൊക്കെ ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞ പല പച്ചക്കള്ളങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ ഉഗ്ര സ്ഫോടനം നടന്നത്. അത് പാകിസ്ഥാന്റെ പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് തന്നെയാണ് ആ സ്ഫോടനത്തിന്റെ വാർത്തയും ദൃശ്യങ്ങൾ സഹിതം ആദ്യം പുറത്തുവിട്ടുള്ളത്.